ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചു കല്യാണ പെണ്ണായി നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ തലേ ദിവസത്തെ പരിപാടിക്ക്. അപ്പോൾ സ്വാതിയും മൃതികയും കൂടെയാണ് ഒരുക്കുന്നത്. ഒരുക്കി അങ്ങ് ഏറ്റവും എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയൊന്നും വേണ്ട, ഇതൊക്കെ മതി എന്ന് പറയാം അച്ചു. അപ്പോൾ പോരാ, ദേ നീയേ പൊന്നുമടത്തിലെ കുട്ടിയാ, മാധവ മേനോനാ നിന്റെ അച്ഛൻ. സ്വർണം കുറഞ്ഞാലേ നിനക്കല്ല, ഈ കുടുംബത്തിനാ അതിൻ്റെ നാണക്കേട് എന്ന് ഋതുക വലിയ ഡയലോഗ് അടിക്കുമ്പം ഋതു ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു അച്ചു. എന്നാലേ ദേ ഒരു കാര്യം ചെയ്യാം, ഇതെങ്കിലും ഇടാൻ പറഞ്ഞു. അങ്ങനെ ഒരു മോതിരം നമ്മുടെ അച്ചുവിനെ കൊണ്ട് നിർബന്ധിച്ച് ഋതുക ഇടിക്കുക. അപ്പോഴേക്കും നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവിയെ കണ്ടപ്പോഴേക്കും ഒരു നോട്ടം നോക്കോ ഇവറ്റകൾ. ഓ എന്തു വേണം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അച്ചു ഒരുങ്ങിക്കഴിഞ്ഞു എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അതിനല്ലേ ഞങ്ങളിവിടെ ഉള്ളത്, സേതുമാധവൻ്റെ അടുത്ത് മാത്രം ഭരണം നടത്തിയാൽ മതി, ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ തിരക്കാൻ വരണ്ട എന്ന ഋതിക ഇങ്ങനെ നമ്മുടെ പല്ലവിയോട് പറയുവാട്ടോ. ഇത് കേട്ടപ്പോൾ സ്വാതി നിന്ന് ചിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ നോക്കി, അപ്പോൾ നമ്മുടെ പല്ലവിയുടെ കഴുത്തിലൊരു മാല കണ്ടു ഋതിക. പെട്ടെന്ന് ചെന്ന് ഇങ്ങനെ നോക്കുവാണ്, ഇങ്ങനെ നോക്കി. ഈ മാല ഇതെവിടുന്ന് കിട്ടിയതാ എന്ന് ചോദിച്ചപ്പം അമ്മ തന്നതാണെന്ന് പറഞ്ഞു. ഓ ചോദിച്ചു വാങ്ങിച്ചു എന്നങ്ങ് പറ, അതല്ലേ നല്ലത്. അല്ലെങ്കിലും കൈ നീട്ടിയാ ദയ തോന്നി എന്തും എടുത്തു കൊടുക്കുന്ന ടൈപ്പ് അമ്മ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല, വേണ്ടാന്ന് പറഞ്ഞതാ, അമ്മ നിർബന്ധിച്ചതാന്ന് പറയുമ്പോൾ, അതെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്ടിലെ ഓർണമെന്റ്സ് മുഴുവനും. അതെ എവിടെന്നോ കയറി വന്ന് ഒരുത്തി ഇട്ടുകൊണ്ട് നടക്കാനേ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അത് പൊറുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിന്നിങ്ങനെ ചിരിക്കുക. ആ സമയം ഋതു ദേ മതി, പല്ലവി ചേച്ചി എരന്ന് വാങ്ങിയതൊന്നും അല്ലല്ലോ അതെന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു. അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു. ഋതുക അന്നേരത്തെ തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. പല്ലവി ചേച്ചിയെ നമ്മളിൽ ഒരാളായിട്ടാണ് അമ്മ കാണുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അത് കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴും ഋതുക തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം ചേച്ചി ഇതിൽ കയറി അഭിപ്രായം ഒന്നും പറയണ്ട, ഋതു ചേച്ചി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് സ്വാതി. ഇത് ഇവരിട്ട അച്ഛൻ്റെ ആത്മാവിന് പൊള്ളും, അതുകൊണ്ട് ഇവർക്ക് ഇത് ഇടാൻ യോഗ്യതയില്ല, അത് ഊരിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പല്ലവിയുടെ കഴുത്തിൽ നിന്ന് ആ മാല വിളുമാർ ഊരി മേടിക്കുക. അപ്പോൾ അങ്ങനെ അത് ഊരി വാങ്ങിച്ചു. നമ്മുടെ പല്ലവി അന്നേരത്തേക്കും ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് മേടിച്ചിങ്ങനെ നിൽക്കുവാണേ. ഇതൊന്നും ഇടാനുള്ള തറവാടിത്തം നിനക്കില്ല, ആകുമ്പോൾ ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞ ഋതുക പല്ലവിയെ വീണ്ടും അപമാനിക്കുക. സ്വാതിയും അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് പല്ലവി ചേച്ചി എന്തിനാ അത് ഊരി കൊടുക്കാൻ പോയെന്ന് അച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ അല്ലെങ്കിലും എനിക്കിങ്ങനെ ഓർണമെൻറ്റ്സ് ഇടുന്നൊന്നും ഇഷ്ടമല്ല അച്ചു, അമ്മ നിർബന്ധിച്ചപ്പോഴേ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ഊരിയപ്പോൾ നല്ല ആശ്വാസമുണ്ട് എന്ന് പല്ലവി അച്ചുവിനോട് പറയുക കേട്ടോ. ഇതിട്ടപ്പോൾ ഞാൻ വേറെ ആരോ ആയിരുന്നു, ഇപ്പം ഞാൻ പഴയ പല്ലവി ആയി എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഋതുകയും സ്വാതിയും കൂടെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അച്ചു അന്നേരം ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു. ഈ സമയം കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ സ്വാതി എന്ന് ഋതുക പറഞ്ഞ് സ്വാതിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഒന്ന് കളിയാക്കി ചിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അച്ചു വെച്ചു, കുറച്ച് മുൻപ് നിങ്ങളൊരു വാക്കുപയോഗിച്ചില്ലേ, തറവാടിത്തം. അതില്ലാത്തതേ പല്ലവി ചേച്ചിക്കല്ല, നിങ്ങൾ കാണുന്ന ഋതികയോടും സ്വാതിയോടും നമ്മുടെ അച്ചു പറഞ്ഞു. മാല ഊരിച്ചില്ലേ, അത് കണ്ടിട്ടാവും അച്ഛൻ്റെ ആത്മാവിന് വേദനിച്ചിട്ടുണ്ടാവുക. ഇത്രയും ക്രൂരത പാടില്ല ആർക്കും. ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിച്ചിരിക്കുമെന്നും നീയും അനുഭവിക്കുമെന്ന് അച്ചു ഇങ്ങനെ രണ്ടുപേരോടും പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെയും പുച്ഛവും പരിഹാസമായിട്ട് ഇവളുമാർ രണ്ടുപേരും കൂടെ നിൽക്കുക. നമ്മുടെ അച്ചു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പം രണ്ടും കൂടെ അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുക. അല്ല ബാക്കി ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഷെൽഫിൽ ഇരിപ്പുണ്ട്, അപ്പോൾ പോയി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഷെൽഫിൽ നിന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോയി. ഈ സമയത്ത് അവിടെ നിഖിലിൻ്റെയും അതുപോലെ നമ്മുടെ അച്ചുവിൻ്റെയൊക്കെ പേര് വിളിച്ച് ആ ഒരു സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരെ വിളിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ കല്യാണമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് അവിടെ ഇരിക്കുന്ന ഓരോ ചേച്ചിമാരടക്കം പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയല്ലേ കയ്യിലിരിക്കുന്നത്. എന്ന് വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം നടത്തണ്ടേ, ഇതിപ്പോൾ സ്റ്റേജ് അതുപോലെ തറവാട് ഇതൊക്കെ എവിടുത്തെ ഏർപ്പാടാണെന്നൊക്കെ അവർ ചോദിക്കുന്നത്. അതെ കെട്ടുന്നത് പെണ്ണും ചെറുക്കനുമാണെങ്കിലും കെട്ടിക്കുന്നത് ജേറ്റുവുമാണെന്നൊക്കെ പറഞ്ഞു. അതാരും ഈ ജേറ്റുവും എന്നാ ചേച്ചിമാർ ചോദിക്കുക. അതൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനമാണെന്നും അപ്പോൾ ജനനം മുതൽ മരണം വരെ ജേറ്റുഎം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രേട്ടൻ ഇത് കേട്ടിട്ട് ഈ പെണ്ണുങ്ങളോട് മറുപടി കൊടുക്കുക കേട്ടോ. അങ്ങനെ മിത്രേട്ടൻ ആ പെണ്ണുങ്ങളെ വായ അടപ്പിച്ചു. എങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ജേറ്റുവം നോക്കുന്നത്. കല്യാണം എന്ന് പറയുന്നത് പരദൂഷണം പറയാനുള്ള ഒരു സ്ഥലം അല്ലല്ലോ. അതിവിടെ നടക്കില്ല കേട്ടോ. വെറൈറ്റി പ്രോഗ്രാമുകളിലൂടെ നിങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കല്യാണം അതിനുള്ളൊരു സ്ഥലമാണ്, അല്ലാതെ പരദൂഷണം പറയാനുള്ളതല്ലെന്നും പറഞ്ഞ ആ ചേച്ചിമാർക്കിട്ട് നല്ല മറുപടിയും കൊടുത്ത് മിത്രേട്ടൻ അങ്ങ് പോയി. ഓരോരോ പരിഷ്കാരങ്ങളെന്നും പറഞ്ഞ് പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുക. അപ്പോഴേക്കും കല്യാണം കൂടാനായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നു.
ആ സമയത്ത് അങ്ങോട്ടേക്ക് ആൻറ്റി ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ കുശുമ്പി മിസ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആഹാ, നല്ല ആൾക്കാരാ, നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ വൈകിയില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. തലേന്നത്തെ പരിപാടിയല്ലേ, എപ്പോൾ എത്തിയാലും മതിയല്ലോ എന്ന് വിചാരിച്ചു എന്നും അവർ പറഞ്ഞു. അപ്പോൾ ആ വെൽക്കം ഡ്രിങ്ക് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് അവിടെ വിളിച്ചുകൊണ്ട് പോവാം. പിന്നെ നമ്മുടെ സ്വാതിയുടെ കൂട്ടുകാരന്മാർ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് മിസ് അതായത് നമ്മുടെ ആനി മിസ്സും മറ്റേ ടീച്ചറും കൂടെ വന്ന് നിന്ന് പല്ലവിയായിട്ട് സംസാരിക്കുന്നതൊക്കെ കാണുവാണ് ഈ സ്വാതി. അത് കണ്ടപ്പോൾ സ്വാതിക്ക് ഇരിക്കപ്പുറത്തില്ല. സ്വാതിക്ക് ഭയങ്കര കലിപ്പ്. സ്വാതി എന്നിട്ട് നേരെ ഋതികയുടെ അടുത്തേക്ക് ഓടുക. ഇങ്ങ് വന്ന ഋതു വെച്ചേ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പല്ലവിയെ അവർക്ക് തോന്നുന്നത് പോലെ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. കോളേജിൽ നിന്ന് ആനി ടീച്ചറും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെയൊക്കെ സൽക്കരിക്കുക പല്ലവി. നാണക്കേടാവുമല്ലോ ചേച്ചി, ഇത് എവിടുന്നോ വന്ന് കയറി ഒരുത്തി ഇവിടെ കിടന്ന് ആളാവുക എന്നൊക്കെ പറഞ്ഞ കുറച്ചിലല്ലേ നമുക്കെന്ന് ചോദിച്ചപ്പം നീ വാ, അന്യരെ നിർത്തേണ്ടതുപോലെ നിർത്താൻ എനിക്കറിയാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഋതിക സ്വാതിയെ വിളിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക. ആ സമയത്ത് പല്ലവി ഇതാണ് ഋതിക എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക. അപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടെന്നൊക്കെ ടീച്ചേഴ്സ് പറയാം. ആരോട് ചോദിച്ചിട്ടാടി നീ ഇവരെയൊക്കെ വിളിച്ചത് എന്ന് ഋതിക അന്നേരം ഇവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുക കേട്ടോ. അവരുടെ മുന്നിൽ വെച്ച് ആരോട് ചോദിച്ചിട്ടാ നീ ഇവരെയൊക്കെ വിളിച്ചതെന്ന് അങ്ങനെ പല്ലവി അപമാനിക്കുകയാണ് ഋതിക. നീ പോലും ഞങ്ങൾക്ക് ആരുമല്ല, അപ്പോഴാ നിന്റെ കെയർ ഓഫിൽ ചിലർ വന്ന് കയറി നിൽക്കുന്നതെന്നൊക്കെ പറയുക. എവിടുന്ന് കിട്ടിയിടി നിനക്ക് ഇവിടുന്ന് ഈ ധൈര്യം? ഇത് പൊന്നുമടവാ. ഇവിടെ നടക്കുന്ന കല്യാണത്തിന് ആരൊക്കെ പങ്കെടുക്കണ്ട എന്ന് നീയല്ല ഞങ്ങളാ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഋതുക പറയുമ്പോൾ, ഋതു ഇവര് സ്വാതിയുടെ കൂടി ടീച്ചേഴ്സാണെന്ന് പറയുമ്പോൾ അതിനെന്താണെന്ന് ചോദിച്ചു. ടീച്ചർമാർ അന്തം വിട്ട് നിൽക്കുക. സ്വാതിയുടെ ടീച്ചർമാരാണെങ്കിൽ സ്വാതിയല്ലേ ക്ഷണിക്കേണ്ടത്? അവള് വിളിച്ചില്ലല്ലോ, പിന്നെ നീ എന്ത് കാണാനാ വിളിച്ചത്? നിനക്കതിൻ്റെ എന്ത് ധൈര്യം വന്നോന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുക. വിളിക്കാത്ത സദ്യയുണ്ട്, നല്ല ശീലം കാണുമല്ലേ എന്ന് ഋതിക ടീച്ചേഴ്സിനോട് പറയുവാണേ. അതുകൊണ്ടായിരിക്കും ഏതോ ഒരുത്തി വന്ന് വിളിച്ചപ്പോൾ ഒരുങ്ങി കെട്ടി ഇങ്ങ് പുറപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുക. നാണമില്ലല്ലോ നിങ്ങൾക്ക്? ടീച്ചർമാരാണത്ര ടീച്ചർമാർ. നിങ്ങളെപ്പോലെ ഇല്ലാത്തവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് പിള്ളേരൊന്നും നന്നാവാത്തതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു അങ്ങ് വന്നു കഴിഞ്ഞപ്പം ആഹാ എന്താ ഇവിടെ ഒരു ചർച്ച, അല്ല നിങ്ങളൊക്കെ എപ്പോൾ എത്തി എന്ന് സേതു ചോദിച്ചു. അപ്പോഴേക്ക് ഋതികയുടെ വായ അടഞ്ഞു. അപ്പോൾ വന്നതേ ഉള്ളൂ, തിരിച്ചു പോവുകയാണെന്ന് ആനി മിസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതെന്ത് ചോദിച്ചെന്ന് ചോദിച്ചു സേതു. ഞാൻ പറയാം ഉത്തരം എന്നും പറഞ്ഞു ഋതുക. ഇവരെ ആരാ ക്ഷണിച്ചത്? ഓ അപ്പം അതാണ് കാര്യം. ഞാനാ ഇവരോട് വരാൻ പറഞ്ഞത്. എന്താ നിനക്കല്ല കുഴപ്പമുണ്ടോയെന്ന് ഋതിക എന്നേരം ചോദിച്ചു. എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണല്ലോ ഉള്ളതെന്നും സേതു പറഞ്ഞു. ആ അവകാശം അനുസരിച്ചാണ് ഞാൻ ക്ഷണിച്ചത്. എന്തേ ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് സേതു ഋതികയോട് ചോദിക്കാം. ഋതിക ഒന്നും മിണ്ടുന്നില്ല. എന്താ ഉണ്ടെങ്കിൽ പറയണം, അല്ല ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. എന്താ സ്വാതി നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇവരെ വിളിച്ചത്? അപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സ്വാതി പറയുമ്പോൾ പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? നിനക്കാണോടി എന്ന് ഋതികയോട്. അപ്പോൾ ഉണ്ടെങ്കിൽ പറ, വേഗം ഒന്ന് പറഞ്ഞോളണം. എന്നാൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് പരാതി അങ്ങ് തീർത്തേക്കാം. എന്താ പോരെന്ന് ചോദിച്ചപ്പോൾ നീ വാടി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അനിയത്തിയും കൂടെ ഒരു ഒറ്റ പോക്കങ്ങ് പോയി. നാണം കെട്ട് നാറ്റിച്ച് കളഞ്ഞു രണ്ടിനെയും കൂടി നമ്മുടെ സേതു വന്നിട്ട് വലിയ അഹങ്കാരം കാണിച്ചതാണേ. അങ്ങനെ അവർ വന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം അവരുടെ ഭാഗത്തു നിന്ന് അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അതിൻ്റെ പേരിൽ നിങ്ങളാരും തിരിച്ചു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഇല്ല സേതു ഞങ്ങൾ പോവില്ല എന്ന് ആനി മിസ് പറയുക. നാണക്കേടായി, എന്നാലും ഞങ്ങൾ പോകുന്നില്ല, നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഞങ്ങളത് ക്ഷമിച്ചോളാം എന്ന് നമ്മുടെ ആനി മിസ് പറയാം. അഹങ്കാരിയാ ഋതുകയെന്നും അതിൻ്റെ തിരിച്ചടി അവൾക്ക് കിട്ടുമെന്നും ഏതായാലും ആ ടീച്ചർ പറയുമ്പോൾ സാരല്ല ടീച്ചറെ, അപ്പം ഞങ്ങൾ ഇന്ന് കല്യാണപ്പെണ്ണിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഗിഫ്റ്റുമായിട്ട് അങ്ങ് പോകും. അപ്പോൾ പല്ലവി വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ വിഷമമായില്ലേ എന്ന് പല്ലവിയോട് സേതു ചോദിച്ചു. സാരമില്ലടോ വിട്ട് കളയാൻ പറഞ്ഞു. നേരും നെറിയില്ലാത്ത ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെ കരുതിയാൽ മതിയെന്നും സേതു ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക പല്ലവിയെ. അങ്ങനെ അതും പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ അകത്ത് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ അച്ചുവിനെ അവർ ആനയിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തുന്നു. പിന്നെ അച്ചുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് അവളുമാർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഋതികയും സ്വാതി അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറിയാണ് ദൈവം നിന്ന് തന്നെ രണ്ടവളുമാരും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പല്ലവിയോട് ഈ ഭാഗത്തൊന്നും കണ്ടുപോകരുതെന്ന് പറഞ്ഞു താക്കീത് ചെയ്തു. അടുക്കള ഭാഗത്ത് തന്നെയല്ലേ ഉണ്ടാവേണ്ടത്, അതുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് ഓടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഋതുക പറയാം. അങ്ങനെ ഇപ്പോൾ അവർ ഈ ചടങ്ങുകളൊന്നും കാണണ്ടെന്നൊക്കെ ഋതുക പറയാം. അപ്പോൾ കണ്ടാൽ മാത്രം പോരല്ലോ, ആളാവുകയും വേണ്ടെന്ന് സ്വാതി. അപ്പം നന്നായി ഓടിച്ചെന്ന് അവളുമാർ രണ്ടുപേരും കൂടെ ചിരിയും കളിയായിട്ട് ഇങ്ങനെ നിൽക്കുക. കിട്ടാനുള്ളത് അവളുമാർക്കിട്ട് കിട്ടിയാലേ അടങ്ങുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ബേബി ചേച്ചിയും അതുപോലെ പല്ലവിയും
അടുക്കള വശത്ത് നിന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. അതുപോലെ ഹരിയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഹരിയും ഇതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. പാവത്തിന് മുന്നിൽ പോകാൻ പേടിയാണേ. ഹരി ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് നിന്ന് നോക്കുന്ന സമയത്ത് ശ്രീഹരി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ, നിനക്ക് അവിടെ പോയി നിന്ന് കണ്ടുകൂടെയെന്ന് ചോദിച്ചു പല്ലവി. ഞങ്ങൾ അടുക്കളക്കാരല്ലേ, അങ്ങോട്ട് ചെന്ന് പോകരുതെന്ന ഓർഡർ, നീ അങ്ങനെയല്ലല്ലോ എന്ന് നമ്മുടെ ബേബി ചേച്ചി പറയുമ്പോൾ എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതെന്താ താല്പര്യമില്ലാത്തത്? ജേറ്റുവമ്മല്ലേ ഈ കല്യാണം തന്നെ നടത്തുന്നത്, സേതുവേട്ടൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും, അപ്പോൾ ശ്രീഹരി വേണ്ടേ എല്ലാം ശ്രദ്ധിക്കാനെന്നൊക്കെ പല്ലവി അച്ഛനും ചോദിക്കാം. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു വരണ്ടാന്ന് ആ ഋതു പറഞ്ഞെന്ന് അന്നേരം പല്ലവി പറഞ്ഞു. അവൾക്ക് അല്ലെങ്കിലും എന്നെ പണ്ടേ ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. വാശി കാണിച്ച് വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോവാത്തതെന്ന് പറഞ്ഞു പല്ലവി. നമ്മളും മസ്റ്റാണ് എന്ന് തോന്നുന്ന സ്ഥലത്തേ നമ്മൾ പോകാവൂ, എൻ്റെ ഒരു രീതിയേ അതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ കല്യാണം നടക്കാൻ തന്നെ കാരണക്കാരി ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു. ചേച്ചിയല്ലേ സേതുവേട്ടന് കാശ് സംഘടിപ്പിച്ച് കൊടുത്തതെന്നൊക്കെ അന്നേരം ഹരി ചോദിക്കാം. സേതുവേട്ടനൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചു എന്ന് കരുതി ഞാൻ അങ്ങനെ ആരും അല്ലാതെ ആവില്ലല്ലോ. വീട്ടുകാർ വേറെ, വിരുന്ന് വന്നവർ വേറെ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ നിൽക്കണമെന്നും പറഞ്ഞു. നീ ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ ആളാ, നീ അതുകൊണ്ട് എല്ലാം നോക്കി ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാത്തിനും പങ്കെടുക്കാൻ വരുന്നൊരു അവസ്ഥയിലൊന്നും അല്ല ചേച്ചി ഞാനിപ്പോൾ എന്ന് പറഞ്ഞു ഹരി. അതൊക്കെ ഞാൻ മാറ്റിത്തരാം, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പല്ലവി ഹരിയോട് സംസാരിക്കാം. അങ്ങനെ ഹരി അവിടുന്ന് പറഞ്ഞു വിട്ടു. പിന്നെ വന്നിരുന്ന നമ്മുടെ അച്ചുവിനെ കുറിച്ച് വന്നിങ്ങനെ എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നു. ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് നല്ല വേഷമൊക്കെ ധരിപ്പിച്ച് നമ്മുടെ പല്ലവി ഹരിയെ പറഞ്ഞു വിടുക. ഹരി നല്ല അടിപൊളിയായിട്ടൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ ചെല്ലുന്നു. അതുപോലെ അച്ചുവിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ അച്ചു ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. ഹരിയാണെങ്കിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്. ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും വായും തുറന്ന് ഇങ്ങനെ ഹരിയെ തന്നെ നോക്കി നിൽക്കുക. പ്രത്യേകിച്ച് പ്രതാപൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. ഋതികയ്ക്കും അതുപോലെ സ്വാതിക്കും ഈട്ടിവട്ട് പണിയാണ് നമ്മുടെ പല്ലവി കൊടുത്തത്. കാരണം ഹരിയെ അങ്ങനെ നല്ലൊരു കല്യാണ ചെറുക്കനെ പോലെ ഇറക്കി വിടുമെന്ന് ഒരിക്കലും അവളുമാർ പ്രതീക്ഷിച്ചില്ല. പ്രതാപനും എല്ലാവരും വായും പൊളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഹരി എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു. ഈ സമയത്ത് ഹരിയെ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഹരി ആണെങ്കിൽ ഓൾ ഇൻ ഓൾ ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് പ്രതാപം വന്നിട്ട് നീ എന്തിനാ ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നതെന്ന് ചോദിച്ചു. അയ്യോ ഈ പരിപാടിയോട് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഒന്നും ഹരി അന്നേരം പറയാം. ശ്രദ്ധിച്ചില്ല. അപ്പോൾ കല്യാണ ചെറുക്കനെ വിളിച്ച സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൻ്റെ ഒരു കോട്ടും വേഷവും പന്തൽ പണിയാൻ വന്നവർ അത് പണിതിട്ട് പോയാൽ മതി എന്ന് പ്രതാപം പറയും കേട്ടോ. വലിയ ഷോ കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത് ഷോയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ യൂണിഫോമാണ് ജേറ്റുവമ്മിൻ്റെ എന്നും പറഞ്ഞ് ഹരി ഇവനെ ഒന്ന് വാരി. ആ സമയത്ത് എന്നിറങ്ങി പോകാൻ നോക്കണമെന്നും പറഞ്ഞു പ്രതാപം പറഞ്ഞപ്പോൾ വരാൻ സമയമായെന്നും പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു നമ്മുടെ ശ്രീഹരി അങ്ങ് പോകുമ്പോഴേക്കും അച്ചു ശ്രീഹരിയെ വിളിച്ചു. ശ്രീഹരി ഒരു സെൽഫി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നാലും ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അച്ചു എന്നെ പിടിച്ച് നിർത്തി ഹരിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. പ്രതാപൻ ഇതൊക്കെ ഇട്ടിപ്പെട്ട് പടിയായിപ്പോയി. അപ്പോൾ ഹരി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോഴേക്ക് ഋതികയും സ്വാതിയും കൂടെ ഇങ്ങനെ എന്താണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കൊടുക്കാനുള്ള പണി തിരിച്ചടികളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഹരി അങ്ങ് ഓടിപ്പോയിട്ടോ. ഹരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മണവാളൻ്റെ സ്ഥാനത്ത് ഹരി വന്നത് ഇവളുമാർക്കോട്ട് പിടിച്ചില്ല. അതാണ് പ്രതാപനെ മുഖത്തടിക്കുന്നത് പോലെയായി പോയി അച്ചു കാണിച്ചത്. എന്തായാലും പ്രതാപൻ നാണം കെട്ടിങ്ങനെ അവിടെ ഇരിക്കുക. പിന്നെ പാട്ടായി ബഹളമായി കാര്യങ്ങളായി. അപ്പോഴേക്കും ചെറുക്കനും വീട്ടുകാരും വന്നു. അച്ചുവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ നിഖിലിരിക്കുന്നു. അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ ചുറ്റിനും വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഡ്രസ്സാണെന്ന് ആരോ പറഞ്ഞു ഈ നിഖിലിൻ്റെ അമ്മയോട്. അപ്പോൾ നല്ല ഡ്രസ് സെൻസാണ് എനിക്ക്, നന്ദുവിൻ്റെ ഡ്രസ്സും ഞാനാണ് സെലക്ട് ചെയ്തത്, അപ്പോൾ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിമാരൊക്കെ പറയാം. അപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇരിക്കട്ടെ. നിഖിലാണ് ഭയങ്കര ഹാപ്പിയാണ്. സമയത്ത് അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തുന്നു. അതിനുശേഷം പൂർണിമയെ വിളിക്കുന്നു, പെണ്ണിൻ്റെ അമ്മയായ പൂർണിമയെ വിളിക്കുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളെയൊക്കെ വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ സേതുവിനെയും പല്ലവിയെയും വിളിപ്പിച്ചില്ല ആരും. ആ സമയത്ത് നമ്മുടെ അച്ചു പറഞ്ഞു സേതുവിനും പല്ലവി ചേച്ചി എന്തേ അവർ വരണം, അവരില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന അച്ചു പറയുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക. അപ്പോൾ ഋതു ഇതെൻ്റെ കല്യാണമാണ്, ഈ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് നമ്മുടെ അച്ചു ഋതികയോട് പറയാം. അവർ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഋതികയെ പേടിപ്പിച്ച് വരയിൽ നിർത്തുവാണ് നമ്മുടെ അച്ചു. അവളാണ് നാണം കെട്ടിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.